ശ്രീ ടി.പി. ജയചന്ദ്രൻ മാസ്റ്റർ, അവസാനമായി നേട്ടങ്ങളൊന്നും തന്റെ പേരിൽ വരണ്ട എന്ന് ശഠിച്ച പ്രധാനമന്ത്രി, മികച്ച സാമ്പത്തിക വിദഗ്ധൻ, രാഷ്ട്ര നേട്ടങ്ങൾക്ക് ഉതകുന്ന തരത്തിലുള്ള പദ്ധതികൾ കൊണ്ടുവരുന്നതിൽ ആസൂത്രണം നൽകിയ വ്യക്തി. പക്ഷേ അവിടെയെല്ലാം എവിടെയോ ഒരു ചരടുവലി അദ്ദേഹത്തിനുണ്ടായിരുന്നു. നേരത്തെ പറഞ്ഞതുപോലെ എന്ത് തീരുമാനിക്കുന്നതിന് മുൻപും തങ്ങളുടെ ഒരു തീരുമാനമുണ്ടാകും അതിന്മേൽ എന്നുള്ള ഒരു അമിത അധികാരം അദ്ദേഹത്തിന് മേൽ വിനിയോഗിക്കൽ, അതിലോടുപരി അദ്ദേഹത്തിനുള്ള വിധേയത്വം കുടുംബത്തോട്, കുടുംബവാഴ്ചയോട്, ഒരുപക്ഷെ കോൺഗ്രസിൻ്റെ കുടുംബവാഴ്ചയോടുള്ള അമിത രീതിയിലുള്ള വിധേയത്വം, ഇതൊക്കെ തന്നെയല്ലേ അദ്ദേഹത്തിന് ഡോക്ടർ മൻമോഹൻ സിംഗ് എന്ന പ്രധാനമന്ത്രി പദവിയിൽ തിരിച്ചടി നേരിട്ട പ്രധാന വെല്ലുവിളികൾ? നോക്കൂ രോഹിണി, തന്റെ വിനയാന്വിതമായ തന്റെ പെരുമാറ്റവും തന്റെ ധൈഷണികമായ കഴിവുകളും സമന്വയിപ്പിച്ചത് കൊണ്ട് മാത്രമാണ് അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി വന്നത്. നമുക്കറിയാം, സോണിയാഗാന്ധിയോട് APJ അബ്ദുൽ കലാം തങ്ങളുടെ രാഷ്ട്രീയ ഗീതം വെളിപ്പെടുത്തിയപ്പോൾ പ്രത്യാഘാതത്തെ കുറിച്ച് സൗമനസ്യനായ ഇന്ത്യയുടെ അന്നത്തെ രാഷ്ട്രപതി അവരെ പറഞ്ഞ് മനസ്സിലാക്കുകയും തനിക്ക് ഏതായാലും ലഭിക്കാതെ പോകുന്നത് തങ്ങളുടെ ഇംഗിതത്തിനും തങ്ങളുടെ കാണാച്ചല്ലുകൾക്കൊത്തും പ്രവർത്തിക്കുന്ന ഒരു നേതാവിനെ പുനഃസൃഷ്ടിക്കാനും കൊണ്ടുവരാനുമുള്ള പ്രവർത്തനമാണ് അദ്ദേഹത്തിലേക്ക് എത്തിയത്. ഭാരതത്തിന്റെ കോൺഗ്രസിന്റെ ചരിത്രം എന്നാൽ നെഹ്റു കുടുംബത്തിൻ്റെതാണെന്നും ആ നെഹ്റു കുടുംബത്തെക്കാൾ മാർക്കറ്റ് ചെയ്യാൻ ഏറ്റവും നല്ലത് ഗാന്ധി നാമമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് വ്യാജ ഗാന്ധിമാരുടെ മാർക്കറ്റ് ചെയ്യപ്പെടുന്ന ഒരു ശ്രേണിയായിട്ട് കോൺഗ്രസ് തകരുകയും ഈ കഴിവുറ്റ ഈ മനുഷ്യനെ എത്രമാത്രം അപ്രധാനമായിട്ടാണ് കൈകാര്യം ചെയ്തത് എന്നതിന്റെ സൂചന അദ്ദേഹത്തിന്റെ സ്വന്തം പോരായ്മ കൊണ്ടായിരിക്കില്ല. രാജ്യത്ത് ഏറ്റവും കൂടുതൽ കർഷക ആത്മഹത്യ നടന്ന കാലഘട്ടവും ഇത് തന്നെ ആയിരുന്നു. രാജ്യത്തിന്റെ പ്രതിരോധ മേഖലയിൽ ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തിയെന്ന് AK ആന്റണിയെ പോലുള്ളവർ വിലപിക്കേണ്ടി വന്നതും 6 പതിറ്റാണ്ട് നാം പിന്തുടർന്നു പോകുന്ന സാമ്പത്തിക കാഴ്ചപ്പാടുകളുള്ള പരിമിതമായ പരിമിതികളായിരുന്നു. അതിന്റെ ഫലമായിട്ടാണ് ഇന്നുണ്ടായിരിക്കുന്നത്. മറ്റൊന്നുകൂടി നമ്മൾ ഓർക്കണം, രാജ്യത്തിലെ കള്ളനോട്ടുകളുടെ വർധനവിന് കാരണം ഭാരതത്തിന്റെയും പാകിസ്ഥാന്റെയും നോട്ടുകൾ ഒരേ സ്ഥലത്ത് അച്ചടിക്കാൻ ഏൽപ്പിച്ചതിന്റെ ചില വൈകല്യങ്ങളാണ് എന്ന വിലയിരുത്തലുകളും ഉണ്ടായിട്ടുണ്ട്. ഇതൊന്നും ഈ മനുഷ്യന്റെ യഥാർത്ഥ ധൈഷണികതയെ കുറച്ച് കാണിക്കാൻ വേണ്ടി ഞാൻ ചൂണ്ടിക്കാണിച്ചതല്ല. രാജ്യത്ത് 6 പതിറ്റാണ്ടായി തുടർന്നു വരുന്ന വഴിപിഴച്ച സാമ്പത്തിക നയത്തിൽ നിന്നും രാജ്യത്തിനെ പുതിയൊരു സാമ്പത്തിക വളർച്ചയിലേക്ക് നയിക്കാൻ അദ്ദേഹം ശ്രമിച്ചു. ഒരുപക്ഷെ ഇടപെടലുകൾ കൂടുതലില്ലായിരുന്നെങ്കിൽ, നാം നേരത്തെ പറഞ്ഞ ബില്ലുകൾ, കീറിയെറിഞ്ഞ ബില്ലുകൾ പോലുള്ള ബില്ലുകൾ കൊണ്ടുവരാൻ അദ്ദേഹത്തിന് ആത്മധൈര്യം ലഭിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ 2G, കോമൺവെൽത്ത് അല്ലെങ്കിൽ കോൾ സ്കാമുകൾ പോലുള്ള അഴിമതിയെങ്കിലും അദ്ദേഹത്തെ നിയന്ത്രിക്കാൻ കഴിയുമായിരുന്നു. പക്ഷെ അവിടെയും അദ്ദേഹത്തിന് ഉറപ്പുണ്ടായിരുന്നില്ല. അത്തരം ധീരമായ പ്രവർത്തനങ്ങൾ നടന്നു കഴിഞ്ഞാൽ ഘടകകക്ഷികളെ കൂടുതൽ സമ്മർദ്ദത്തിൽ വഴങ്ങേണ്ടി വരാനുള്ള, തന്നെ നിയന്ത്രിക്കുന്ന ഒരു നേതൃത്വം ഉണ്ടാകും എന്നുള്ള ഭീതിയാണ് അദ്ദേഹത്തിന് അത്തരം പ്രവർത്തനങ്ങൾ ഒരുപക്ഷെ പുറകോട്ട് വലിച്ചിട്ടുണ്ടാവുക. അദ്ദേഹത്തിന്റെ സൽപ്രവർത്തനങ്ങളെ മുഴുവൻ കഴിയുമ്പോൾ തന്നെ അദ്ദേഹത്തെ പോലുള്ള ആളുകൾ ഒരു കുടുംബാധിപത്യത്തിൽ നിന്നും മറികടന്ന് രാജ്യത്തെ നയിക്കാനുള്ള അവസരം കോൺഗ്രസിന് ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇന്നത്തെ തലമുറ ഇന്നെത്തിയിരിക്കുന്ന ഈ അവസ്ഥയേക്കാൾ നേരിട്ടും മികച്ചതുമായ ഒരു അവസ്ഥയിലേക്ക് നമുക്ക് എത്തുവാൻ കഴിയുമായിരുന്നു. അവിടെയാണ് കോൺഗ്രസ് ഈ രാജ്യത്തോട് ചെയ്ത പാതകമായിട്ട് തോന്നുന്നത്. ഒരു കുടുംബത്തിനപ്പുറത്തേക്ക്, ഒരു വംശത്തിനപ്പുറത്തേക്ക് ജനാധിപത്യവും വംശാധിപത്യവും പരസ്പര വിരുദ്ധമാണെന്നും ജനാധിപത്യത്തിൽ വംശാധിപത്യത്തിന് സ്ഥാനമില്ലെന്നും കുടുംബ മഹിമയല്ല ജനാധിപത്യത്തിലെ ആണിക്കല്ലെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഒരുപക്ഷെ ഇന്ന് ഈ രാജ്യം നേരിടുന്ന മുഴുവൻ നേട്ടങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ഒരു സാമ്പത്തികമായിട്ട് ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന അധസ്ഥിത വിഭാഗത്തിൽപ്പെട്ട ആദിവാസി സമൂഹത്തിൽപ്പെട്ട ഒരാൾക്ക് രാഷ്ട്രപതിയാവാൻ കഴിയുന്നത്, വെള്ളിക്കരണ്ടുമായി ജനിക്കാത്ത ഒരാൾക്ക് ചായക്കടയിൽ ചായ വെച്ച് നടന്ന ഒരാളുടെ മകൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവാൻ കഴിയുന്നതും കഴിവുകൊണ്ടാണ് എന്ന തിരിച്ചറിവും, അവരൊന്നും വെള്ളിക്കരണ്ടിയുമായി ജനിച്ചവരോ തങ്ങളുടെ പിതൃക്കന്മാരുടെ മഹിമ കൊണ്ടോ അല്ല വളർന്നതും എന്ന തിരിച്ചറിവാണ് ഇന്ത്യൻ ജനാധിപത്യത്തെ എന്തൊക്കെ പോരായ്മകളുണ്ടെങ്കിലും അത് കൂടുതൽ കരുത്തോടെ ഇന്ന് മുന്നോട്ട് പോകുന്നത്.